സിനിമ പ്രാന്തറിൽ ഇന്ന് കൂടെ ഉള്ളത് മെയിനെ പ്യാർ കിയ സിനിമയുടെ ടീമാണ്. ഡയറക്ടർ ആൻഡ് ആർട്ടിസ്റ്റുകളുണ്ട്. സോ വെൽക്കം ടു സിനിമ പ്രാന്തൻ. 18 വയസ്സ് അല്ലെങ്കിൽ ഒരു 17 വയസ്സ് തൊട്ട് ഒരു 25 വയസ്സ് വരെയുള്ള കുറച്ച് ആ ഒരു ഏജ് കാറ്റഗറിയിലുള്ളവരെ അവർക്ക് വേണ്ടിയുള്ള അവരുടെ എന്റർടൈൻമെന്റ് ചെയ്യിപ്പിക്കുന്ന ഒരു പടമായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. എന്നെ വിളിച്ചപ്പോൾ എനിക്ക് ആ ലക്ഷ്യം കൂടെ ഉണ്ട്, ഇത് പഠിക്കണം. അപ്പൊ ഞാൻ ഇങ്ങനെ ആദ്യം പറഞ്ഞു അസിസ്റ്റന്റ് ആയിട്ടൊക്കെ വരാൻ കൂടെ 2 ദിവസം പോയി. അസിസ്റ്റന്റ് ആയിട്ട് ഇതിൽ നിന്നോ? ഇല്ല, ചുമ്മാ ഒരു ദിവസം ഒരു ദിവസമല്ല 10 ദിവസത്തിൽ കൂടുതൽ. സ്ക്രിപ്റ്റ് ആക്ച്വലി എനിക്ക് അങ്ങനെ വളരെ മനസ്സിലായില്ല. നറേഷൻ അപ്പൊ ഞാൻ കൺക്ലൂഷൻ മിക്കവരും വൈബ്, ഇറ്റ്സ് ഹിസ് വൈബ്. നമുക്ക് എന്തൊക്കെ പറഞ്ഞാലും നമുക്ക് കുറച്ചുകൂടി എക്സ്പീരിയൻസ് വേണ്ട. നമ്മൾ ഫസ്റ്റ് തന്നെ പോയി ചെയ്യുന്ന, ഞാൻ എവിടെ മാർക്കറ്റിൽ എനിക്ക് അപ്പാടുള്ള സിനിമ എക്സ്പീരിയൻസ് മെയിനായിട്ടിറക്കിയാണ്. അവിടെ തന്നെ എല്ലാം പഠിച്ചെങ്കിലും നമുക്ക് ഒരു 100% കോൺഫിഡൻസ് ആയി കഴിഞ്ഞിട്ട് അത് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഒരു ഇത്രയും പൈസ ഇൻവോൾവ് ആണ്, ഇത്ര ആൾക്കാരുടെ ഇത് ഇൻവോൾവ് ആണ്. കോൺഫിഡൻസ് മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല, തലയ്ക്ക് എന്തെങ്കിലും കൂടെ അറിഞ്ഞിരിക്കണം. മേനെ പേരക്കാന്ന് പറഞ്ഞ് ഞാൻ പ്രേമിച്ചു, അതാണ് അൾട്ടിമേറ്റ് ഉദ്ദേശം. പക്ഷെ ഞാൻ പ്രേമിച്ചു എന്ന് എനിക്ക് ഒരിക്കലും മലയാളത്തിൽ പറയാൻ പറ്റില്ല. സിനിമ പ്രാന്തറിൽ ഇന്ന് കൂടെ ഉള്ളത് മെയിനെ പ്യാർ കിയ സിനിമയുടെ ടീമാണ്. ഡയറക്ടർ ആൻഡ് ആർട്ടിസ്റ്റുകളുണ്ട്. സോ വെൽക്കം ടു സിനിമ പ്രാന്തൻ. എങ്ങനെ പോകുന്നു ഇതിന്റെ പ്രൊമോഷൻ വർക്ക്സ് ഒക്കെ? നന്നായിട്ട് പോകുന്നു. എല്ലാവരുടെയും മുഖത്ത് നല്ല ക്ഷീണം കാണാനുണ്ട്. എനിക്കറിയാം കുറെ നേരമായിട്ട് ഇന്റർവ്യൂ കൊടുത്ത് ഇങ്ങനെ ഇരിക്കുകയാണെന്ന് അറിയാം. കുഴപ്പമില്ല, നമ്മള് സിനിമാ പ്രാന്തിന് വേണ്ടിയിട്ടാകുമ്പോ അങ്ങനെ ആയിരിക്കും. സോ എന്തായിരിക്കും മെയിനെ പ്യാർ കിയ ഡയറക്ടർ തന്നെ ഫൈസൽ ഇന്ന് തന്നെ തുടങ്ങുകയാണ്, എന്തായിരിക്കും ഈ സിനിമ പ്രേക്ഷകർക്ക് കൊടുക്കാൻ പോകുന്നത്? മേനെ പേരക്കാന്ന് പറഞ്ഞാൽ ഒരു ഫെസ്റ്റിവൽ ടൈമിലാണ് ഇറങ്ങാൻ ഓണ റിലീസാണ്. അപ്പം കുറച്ച് നമ്മളൊരു 18 വയസ്സ് അല്ലെങ്കിൽ ഒരു 17 വയസ്സ് തൊട്ട് ഒരു 25 വയസ്സ് വരെയുള്ള കുറച്ച് ആ ഒരു ഏജ് കാറ്റഗറിയിലുള്ളവരെ അവർക്ക് വേണ്ടിയുള്ള അവരുടെ എന്റർടൈൻമെന്റ് ചെയ്യിപ്പിക്കുന്ന ഒരു പടമായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. അത് തന്നെയാണ് ഉദ്ദേശം. അങ്ങനെ വരുമെന്ന് വിചാരിക്കും. അതാണ് മേനെ പേരക്ക. ഒരു തിയേറ്റർ ബാക്ക് സിനിമയായിരിക്കും മേനെ പേരക്ക. ഓക്കെ, അത് നമുക്ക് ഒരു ട്രെയിലർ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി. ഒരു ലവ് ട്രാക്കിൽ നിന്ന് തുടങ്ങി ഒരു ത്രില്ലിംഗ് ഫാക്ടറിലേക്ക് എത്തുന്ന ഒരു സിനിമയായിട്ടാണ് ട്രെയിലറിൽ നിന്ന് മനസ്സിലാവുന്നത്. ഭയങ്കര ശുദ്ധമായിട്ട് കണ്ടുകൊണ്ടിരിക്കാൻ പറ്റും. ഭയങ്കര ആരെയും വേദനിപ്പിക്കുന്നതോ അല്ലെങ്കിൽ ഒന്നുമില്ല. ഭയങ്കര സിമ്പിൾ ആയിട്ട് പോകണം. നമുക്ക് പറഞ്ഞല്ലോ, ഒരു എന്റർടൈൻ മാക്സിമം ചെയ്യിപ്പിക്കാനായിട്ട് നോക്കും. അതാണ് നമ്മുടെ ലക്ഷ്യം ആവുമെന്ന് വിചാരിക്കുന്നു. ഇതിൽ ആര്യൻ എന്ന കഥാപാത്രമല്ലേ ഋതു. അപ്പൊ എന്താണ് കഥാപാത്രത്തിനെ പറ്റിയും സിനിമയെ പറ്റിയും പറയാനുള്ളത്? സിനിമ ഫൈസലൊക്കെ പ്ലാൻ ചെയ്ത രീതി തന്നെ എല്ലാവരെയും എന്റർടൈനിപ്പിക്കുകയാണ്. അതുകൊണ്ട് മെയിൻ 3 എലമെന്റ്സ് ത്രില്ലർ, കോമഡി, ഇമോഷൻസ്, ഈ 3 സാധനം ആണ് കോർ. അതല്ലാതെ തന്നെ സസ്പെൻസും എല്ലാം ഉണ്ട്. ലൈക്ക് ഓൾ കംപ്ലീറ്റ് പാക്കേജ് ആണ് മീനി പേർക്ക്. അപ്പം ഫൈസലിക്കയുടെ എയിം തന്നെ എല്ലാവരും വന്ന് കാണുക. ആർക്കും ഈ ടൈപ്പ് ഓഫ് പീപ്പിൾ അല്ല, ഈ ടൈപ്പ് അങ്ങനെ അല്ല. എല്ലാവരും വന്ന് കാണാൻ, എൻജോയ് ചെയ്ത് പൊളിച്ചടുക്കിയിട്ട് പോവുക, ഹാപ്പി ആയിട്ട് പോവുക. അതാണ് പടത്തിന്റെ എയിം. സിനിമ ഞാൻ അങ്ങനെ തന്നെ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. എന്റെ ക്യാരക്ടറും ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ട്രാവൽ ചെയ്യുന്ന ഒരാളാണ്. യെസ്, പ്രീതി മലയാളത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. സോ ഹൗ ഇസ് മലയാളം ഇൻഡസ്ട്രി? I think இந்த டீமோட நிறைய சிரிக்கிறாரு. நான் பேச ஆரம்பிச்சாலே சிரிக்கிறாரு. இந்த டீமோட நான் மலையாளம்ல மூவிஸ் பண்ணணும்னு ரொம்ப நாள் ஆசைப்பட்டேன். இந்த டீமோட வந்தது ஐ திங்க் ஐ காட் வெரி லக்கி பிகாஸ் டீமும் யங்கா இருக்காங்க. தே மேட் மீ ஃபீல் அட் ஹோம் அண்ட் ஒரு மாதிரி க்ரூலாக இருக்கவங்க எல்லாருமே ரொம்ப ஃப்ரெண்ட்லியாக இருந்தாங்க. எல்லாருமே ரொம்ப ஸ்வீட்டாக ஃப்ரெண்ட்ஸ் மாதிரி தான் மூவ் பண்ணாங்க. ஸோ அந்த விதத்தில் எனக்கு இந்த டீம் வழியாக டெபியூ பண்ணது வந்து ரொம்ப ரொம்ப ஹாப்பி. ஸோ இவருடைய ஃபிலிம் எங்கேயுண்டு கேரக்டர் ஆல்சோ ஐ திங்க் அவங்க சொல்லாத ஒரு விஷயம் படத்தை பற்றி என்னென்னா, அவர் நரேட் பண்ணும் போதே ஃபாலோ பண்ணுறதுக்கு கஷ்டமாக இருந்தது. பிகாஸ் அவர் என்ன எழுதும் போது எவ்ரி ஒரு பாயிண்ட்லையுமே நெக்ஸ்ட் என்ன நடக்க போகுதுன்னு யாராலையுமே ப்ரெடிக்டே பண்ண முடியாத மாதிரி தான் எழுதணும்னு அவர் எய்ம் பண்ணாராம். அண்ட் அதே மாதிரி தான் எனக்கு கதையும் இருந்த மாதிரி இருந்துச்சு. அட் எனி பாயிண்ட் வந்து நெக்ஸ்ட் என்ன நடக்க போகுதுன்னு ப்ரெடிக்டே பண்ண முடியல நம்மளால. ஸோ ஐ திங்க் அது இன்ட்ரெஸ்டிங்காக இருக்கும்னு நினைக்கிறேன். மை கேரக்டர் இஸ் வெரி சீரியஸ் அண்ட் வெரி different and opposite from me.
ஸோ எனக்கு இது Relate செய்ய நியூவா இருந்தது. இந்த மாதிரி நான் யாரையும் பார்த்ததே இல்லை. மேபி ரேண்டம் ஃப்ரெண்ட். பட் சார் சீக்காதீங்க. பட் அவர் மைண்ட்ல கரெக்டா இந்த கேரக்டர் மேப் ஆகி ஒரு கிளியரான ஐடியா வச்சிருந்தாரு. அந்த கேரக்டரை கண்டுபிடிக்கிறதுக்கு இட் டுக் மீ a while to find this girl. அவரோட விஷன் மூலமா. அண்ட் அவர் வந்து ஃபுல் ஃப்ரீடம் கொடுத்துட்டாரு. நீங்க பண்றத பண்ணுங்க. ஜென்ரலா வந்து இதுதான் வேணும் அதுதான் வேணும்னு என்கிட்ட சொல்லலை. ஸோ கொஞ்ச நாள் ஆச்சு அந்த பொண்ணு எப்படின்னு எனக்கு புரியறதுக்கு. பட் ஐ வாஸ் ஹாப்பி டு சே பை த எண்ட் ஆஃப் த ஃபில்ம் எனக்கு புரிஞ்சிச்சு இந்த மாதிரி தான் இந்த பொண்ணு பிஹேவ் பண்ணுவா அப்படின்னு. ஜென்ரலி ஒரு யூனிக்கான பேக் ஸ்டோரி இருக்க மாதிரி ஒரு கேரக்டர் தான். ഒരു ഗ്രേ ഷെയ്ഡ് இருக்க கேரக்டர். ഓക്കെ. അർജു സിനിമയിലേക്ക് ഇപ്പം സ്റ്റെപ്പ് വെച്ച് തുടങ്ങിയിരിക്കുകയാണ്. കോണ്ടന്റ് ക്രിയേഷനിൽ നിന്ന് സിനിമയിലേക്ക് വന്നപ്പോ എങ്ങനെയുണ്ട്? വേറൊരു ഫീലായിരുന്നു ശരിക്കും പറഞ്ഞാൽ. നമ്മൾ ഇത്ര നാളെ ചെയ്ത സാധനമല്ലല്ലോ. പക്ഷെ ഞാൻ ഓൾറെഡി ഷോർട്ട് ഫിലിം കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ സിനിമയിലോട്ട് എനിക്ക് ആഗ്രഹം സിനിമയായിരുന്നു ഓൾറെഡി. നമുക്ക് അവിടെ എത്തിപ്പെടണമെന്നായിരുന്നു ആഗ്രഹം. അപ്പം കറക്റ്റ് സമയത്താണ് വയസ്സിലൊക്കെ വിളിക്കുന്നത് ഇതുപോലത്തെ ഒരു ക്യാരക്ടറുണ്ട് എനിക്ക് ചെയ്യാൻ പറ്റും. അപ്പം എൻ്റെ ഒരു മൈൻഡിൽ ഇതും ചെയ്യാം, കൂട്ടത്തിൽ കണ്ടുപഠിക്കുക ഇവരെ ചെയ്യുന്നതും കാര്യങ്ങളൊക്കെ. അപ്പം പക്ഷെ എല്ലാം നമുക്ക് ഫ്രണ്ട്ലി ആയിരുന്നു. കാരണം ഇവരാണെങ്കിലും നമ്മളെ വലിയ ഏജ് ഡിഫറൻസ് ഒന്നുമില്ല. അപ്പം എല്ലാവരും യങ്ങായിട്ടാണ്. അവരായതുകൊണ്ട് വലിയ സീനിയോറിറ്റി അങ്ങനത്തെ ഇതൊന്നുമില്ല. എല്ലാവരും സെറ്റിൽ ഫ്രണ്ട്ലി ആയിരുന്നു. അപ്പം നമുക്ക് ഇപ്പം വേണമെങ്കിൽ അടുത്ത് ഡയറക്ടറിൻ്റെ അടുത്ത് പോയിരുന്നാണ് ഇങ്ങനെ സ്ക്രീനിൽ പോയി നോക്കി നമുക്കത് കാണാം, നമ്മുടെ സാധനം കാണാം, നമുക്ക് എന്ത് കാര്യം ഉണ്ടെങ്കിലും അപ്പം ചോദിക്കാം. അപ്പം അങ്ങനെ ഒരു സ്ഥലത്ത് തന്നെ കുറച്ച് സിനിമയെ പറ്റി നമുക്ക് പഠിക്കാൻ പറ്റി. എന്താണ് സിനിമ, എനിക്ക് അതായിരുന്നു ആഗ്രഹം. അപ്പം എന്നെ വിളിച്ചപ്പോൾ എനിക്ക് ആ ലക്ഷ്യം കൂടെ ഉണ്ടായിരുന്നു, ഇത് പഠിക്കണം. അപ്പം ഞാൻ ഇങ്ങനെ ആദ്യം പറഞ്ഞു അസിസ്റ്റൻ്റായിട്ടൊക്കെ വരാൻ കൂടെ 1-2 ദിവസം പോയി. എന്നിട്ട് അങ്ങനെ ഇല്ല, ചുമ്മാ ഒരു ദിവസം ചുമ്മാ പുള്ളി എന്നോട് പറഞ്ഞ് ഞാൻ ആദ്യം പറഞ്ഞു എനിക്കിങ്ങനെ ഇമോഷൻസ് അവിടെ പെട്ടെന്ന് വരൂല്ല. അപ്പം എന്നോട് പറഞ്ഞ് നീ ക്യാമറയുടെ പുറകെ വന്ന് അല്ല പുള്ളിയുടെ കൂടെ ഇരുന്ന് ഹൃദവും പ്രീതിയൊക്കെ ചെയ്യുന്നത് കുറച്ച് നാൾ വന്ന് കാണാൻ പറഞ്ഞു. അപ്പം അങ്ങനെ വേറെ ഇവരുടെ ചെയ്യുന്നതൊക്കെ ഞാൻ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഒരു മീറ്റർ മൊത്തത്തിൽ. അപ്പൊ ഇവരുടെ കൂടെ നമുക്ക് പിടിച്ചിരിക്കണ്ടേ. അപ്പൊ അങ്ങനെ പുള്ളി പറഞ്ഞുകൊണ്ടാണ് അവിടെ നിന്നതും അങ്ങനെ കണ്ടുപഠിക്കാൻ പറ്റും. അപ്പൊ ഇതൊക്കെ ആക്സസ് കിട്ടിയതെന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു ഫസ്റ്റ് ഇങ്ങനെ ഒരു ടീമിന്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയതാണ്. എനിക്ക് തോന്നുന്നു ഒരു ആക്സസ് ഉണ്ടായിരുന്നു എല്ലായിടത്തോട്ട്. സോ അത് ഭയങ്കര വലിയൊരു ഫസ്റ്റ് അവിടെ തന്നെ കിട്ടിയത് ഭയങ്കര ഒരു ഭാഗ്യമായിട്ടാണ് തോന്നുന്നത്. ക്യാരക്ടറിനെ പറ്റി എൻ്റെ ഷൈൻ എന്ന് പറയുന്നതാണ് ഒരു ക്യാരക്ടർ. ഇവരുടെയൊക്കെ ഫ്രണ്ടായിട്ടുള്ളൊരു ക്യാരക്ടറാണ്. അപ്പം ഒരു നാട്ടിൽ വളരുന്ന ഒരുമിച്ച് വളർന്ന കുറച്ച് ചെറുതായിട്ട് വളർന്ന കുറേ പയ്യന്മാരുടെ കഥയാണ്. സോ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിട്ട് നമ്മൾ അങ്ങനെ പോകുന്നതാണ് കഥ. എനിക്ക് ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ക്യാരക്ടറാണ്. പുള്ളിയും പറഞ്ഞു പുള്ളിക്ക് നന്നായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാരക്ടറാണ്. പുള്ളിയുടെ റിയൽ ലൈഫിൽ പുള്ളിയുടെ കുറെ ട്രൈറ്റ്സ് ഒക്കെ എല്ലാം അങ്ങനത്തെ ക്യാരക്ടറാണ് സ്ക്രിപ്റ്റിലുള്ളത്. എല്ലാം പുള്ളി കണ്ടിട്ടുള്ള കുറെ ക്യാരക്ടറും ഒക്കെ ചേർന്നാണ് ഇത് ഉണ്ടാക്കിയേക്കുന്നത്. അപ്പം പുള്ളിക്ക് അറിയാം എന്താണ് വേണ്ടതെന്ന് ഈ ക്യാരക്ടറിന്. സോ അതുകൊണ്ട് ഭയങ്കര എളുപ്പമായിരുന്നു നമുക്ക് എല്ലാം മനസ്സിലാക്കാൻ ആ ക്യാരക്ടേഴ്സ്. ഇതില് ഫുട്ബോളല്ലേ, ഫുട്ബോളിലൊരു മെയിൻ തീം ആണല്ലോ സിനിമയില്. പക്ഷെ ഞാൻ ആക്ച്വലി പ്രൊഫൈൽ നോക്കിയപ്പോ ഒരു ക്രിക്കറ്റ് പ്ലെയർ അല്ലെ, ക്രിക്കറ്റിനോട് ഇഷ്ടമുള്ള ഒരാളാ. സോ ക്രിക്കറ്റ് ഫുട്ബോൾ അതെന്നിട്ട് ക്രിക്കറ്റ് തന്നെ ചൂസ് ചെയ്യാണ്ടിരുന്നേ? അല്ല അങ്ങനല്ല, എനിക്ക് ബേസിക്കലി ഞാൻ ക്രിക്കറ്റ് കളിക്കാൻ പോകുന്നേ ഉള്ളൂ. എനിക്ക് ഫുട്ബോളാണ് കുറച്ചുകൂടെ ഇഷ്ടം. ഇഞ്ചുറി ഒക്കെ ആയതിനു ശേഷം പോകാൻ പറ്റാണ്ട് നിർത്തിയതാണ്. പക്ഷെ ഇപ്പം നമ്മുടെ ഇഷ്ടങ്ങളൊന്നും ഈ സിനിമയിൽ കൊണ്ടുവന്നിട്ടില്ല. ഇതില് ഇപ്പം ഞാൻ പറഞ്ഞല്ലോ എനിക്കറിയാവുന്ന കുറച്ച് ക്യാരക്ടേഴ്സ് ആണ്. അല്ലെങ്കിൽ അപ്പം നമ്മൾ ആ സിനിമയ്ക്ക് എന്താണോ വേണ്ടത് അങ്ങനെ ഫോളോ ചെയ്തിട്ടുള്ള, അല്ലാതെ നമ്മുടെ പേഴ്സണൽ ഇഷ്ടങ്ങളൊന്നും കൊണ്ടുവന്നിട്ടില്ല ഒരിക്കലും. പണ്ടൊക്കെ നമ്മൾ എല്ലാവരുടെയും സ്വന്തം കഥ എന്നൊക്കെ പറയുമ്പോൾ കുറച്ച് നാൾ മുമ്പ് പേഴ്സണലി എനിക്ക് ഭയങ്കര എന്നായിരുന്നു സ്വന്തം കഥ, അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെ അനുഭവം ഉണ്ട്, അല്ലെങ്കിൽ അങ്ങനെ. നമ്മൾ കുറേ പരിപാടികളൊക്കെ ചെയ്തു, അതൊന്നും ഒക്കായില്ല, ആരും അക്സെപ്റ്റ് ചെയ്യുന്നില്ല സ്ക്രിപ്റ്റൊക്കെ ചെയ്തിട്ട്. ഓക്കെ, അപ്പോൾ ഇത് സിമ്പിളായിട്ട് പറഞ്ഞപ്പോൾ എനിക്ക് ഇമ്മീഡിയറ്റ് ഒരു ചാൻസ് കിട്ടുവാണ്. അപ്പോൾ ഞാൻ ഇത് ഇങ്ങനെ ഒരു പരിപാടി പറഞ്ഞു, അപ്പോൾ അത് ഇന്നായി, ഓക്കെ ആയി. അതിനുശേഷമാണ് അതിൽ കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുണ്ടാവും. അപ്പോൾ എനിക്കുള്ളൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അറിയായിരുന്നു ഇത് മേനെ പേരയ്ക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫിക്ഷൻ ടൈപ്പാണ് എഴുതി അല്ലെങ്കിൽ സ്ക്രിപ്റ്റ് ലോക്ക് ചെയ്തത്. പക്ഷേ എനിക്കിതിൽ നടക്കുന്ന ഇൻസിഡൻസ് എല്ലാം എനിക്ക് നേരിട്ട് അറിയാവുന്ന ക്യാരക്ടേഴ്സാണ്. അതുകൊണ്ട് എനിക്ക് കുറച്ചുകൂടെ അവരടുത്ത് നിൽക്കാനായിട്ട് അല്ലെങ്കിൽ അത് കണക്ട് ചെയ്ത് എഴുതാനായിട്ടൊക്കെ പറ്റിയിട്ടുണ്ട്. ഈ ഒരു ടൈറ്റിൽ എന്താണ്, ഇതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? മേനെ പ്യാരിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പ്രേമിച്ചു, അതാണ് അൾട്ടിമേറ്റ് ഉദ്ദേശം. പക്ഷെ ഞാൻ പ്രേമിച്ചു എന്ന് എനിക്ക് ഒരിക്കലും മലയാളത്തിൽ പറയാൻ പറ്റില്ല. അപ്പം
അത് കണക്ക് ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ അത് കണക്ക് ഇവിടെ പടങ്ങൾ വന്നിട്ടുണ്ട്. അപ്പൊ പിന്നെ നോക്കിയപ്പോ മേനെ പേർക്കിയ എന്നുള്ള സാധനം. അപ്പൊ നമുക്ക് ഇപ്പൊ ആദ്യമേ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ചിന്തിച്ചൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ഈ പടം ആരും ഓക്കെ ഇതിങ്ങനെ വരും ഇങ്ങനെ വരും ഇങ്ങനെ വരുമെന്ന് ജഡ്ജ് ചെയ്യരുത് എന്ന് വെച്ചിട്ടാണ് എഴുത്ത് തുടങ്ങിയത്. മേനെ പേർക്കിയെന്ന് വിചാരിക്കുമ്പോൾ എല്ലാവരുടെയും മനസ്സിലുള്ള ഒരു ലവ് സ്റ്റോറിയാണ്, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഭയങ്കര അല്ലെങ്കിൽ ഫീൽ ഗുഡോ അങ്ങനത്തെ ഒരു സംഭവമായിരിക്കും തോന്നി. ഉറപ്പായിട്ടും അങ്ങനെ ആയിരിക്കില്ല. പക്ഷെ അത് എങ്ങനെ മേനെ പേരക്കി ആയെന്ന് നമ്മൾ ഫൈനലി ബാക്ക് ചെയ്യുമ്പോൾ ഓഡിയൻസിന് മനസ്സിലാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പൊ ആദ്യമേ ഈ ഒരു ടൈറ്റിൽ ഫിക്സ് ചെയ്തിരുന്നോ മനസ്സിൽ? അല്ല, എനിക്കൊരു റൈറ്റർ ഉണ്ട്, ഒരു കോ റൈറ്റർ ഉണ്ട്. പുള്ളിയാണ് എനിക്ക് വർക്കിംഗ് ടൈറ്റിലായിട്ട് ഇത് പറഞ്ഞത്. പക്ഷെ പ്രൊഡ്യൂസറിന്റെ അടുത്ത് കഥ പറയുമ്പോൾ പുള്ളിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഈ ടൈറ്റിലാണ്. പുള്ളി ഇത് സിനിമയുടെ സ്ക്രിപ്റ്റ് എന്താന്ന് ഇതുവരെ ചോദിച്ചിട്ടില്ല. പുള്ളി ടൈറ്റിൽ അല്ല എപ്പോഴും അറിയില്ല, നിലവിൽ ഇതുവരെ ചോദിച്ചിട്ടില്ല. പുള്ളിയെ ഞാൻ ഫസ്റ്റ് കട്ട് കാണിച്ചിട്ട് ആണ് പുള്ളി ടോട്ടലി കാണുന്നത്. പുള്ളി അത് വായിച്ചിട്ടോ ഇല്ല. ഞാൻ സബ്ജക്റ്റ് പറഞ്ഞു, പുള്ളിക്ക് ഭയങ്കര ഇതായി. അതിലും കൂടുതൽ പുള്ളിക്ക് ടൈറ്റിലാണ് ഇഷ്ടമായത്. അപ്പോൾ ടൈറ്റിൽ പ്ലസ് സബ്ജക്റ്റ്. അതിനുശേഷം പുള്ളി അടുത്തിടയ്ക്കാണ് സിനിമ കാണുന്നത്. അതിനുശേഷമാണ് ഓക്കെ നമുക്ക് ഓണത്തിന് സിനിമ ഇറക്കാം എന്നുള്ളൊരു ധാരണയിൽ വരുന്നത്. ഈ ഒരു സ്ക്രിപ്റ്റ് കേട്ടപ്പോൾ ഹൃദുവിന് എന്തായിരുന്നു ഫസ്റ്റ് തോന്നിയത്? എനിക്കൊന്ന് ലാസ്റ്റ് ഇന്റർവ്യൂവിൽ ഒരു കോമഡി ടൈപ്പ് ക്യാരക്ടർ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞതായിട്ടാണ് എൻ്റെ ഓർമ്മ. സോ ഇതിൽ എല്ലാത്തിൻ്റെയും കൂടെ ഒരു ബ്ലെൻഡാണ് വരുന്നത്. അപ്പൊ ഈ സ്ക്രിപ്റ്റ് കേട്ടപ്പോൾ, ക്യാരക്ടറിനെ പറ്റിയൊക്കെ കേട്ടപ്പോൾ എന്തായിരുന്നു തോന്നിയത്? സ്ക്രിപ്റ്റ് ആക്ച്വലി എനിക്ക് അങ്ങനെ വളരെ മനസ്സിലായില്ല. നറേഷൻ ഞാൻ നറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കൊള്ളാത്തേ ഉള്ളൂ. അല്ല, പുള്ളിയുടെ എന്ന് പറയാം, ഫൈസലിന്റെ പറയാം, നറേറ്റ് ചെയ്യാൻ മോശമെന്നല്ല. പുള്ളിക്ക് ഇപ്പം ക്യാമറ അവിടെ ഇരിക്കുവാണെന്നാണ് സംഭവം. ക്യാമറ അവിടെ ഇരിക്കുവാണ്, എല്ലാം ഡീറ്റെയിലും പറയണം. ക്യാമറയുടെ മുകളിൽ ഫ്രണ്ട്, ക്യാമറയുടെ ബാക്കിൽ രണ്ട് ഇതുണ്ട്, രണ്ട് പോൾസ് ഉണ്ട്. പോളിന്റെ സൈഡ് പുള്ളിക്ക് എല്ലാം ഡീറ്റെയിൽ ആയിട്ട് അതിന്റെ ബ്രെയിൻ അവിടെ നിന്ന് ട്രാവൽ ചെയ്തോണ്ടിരിക്കും. അപ്പൊ എല്ലാം പറയണം. അത് പറഞ്ഞത് സമയവും ഇപ്പം അരമണിക്കൂറേ ഉള്ളൂ, പക്ഷെ പറയാനുള്ളത് 2 മണിക്കൂർ സാധനമാണ്. അതാണ് സംഭവം. അല്ല, അതുകൊണ്ടാണ് നറേഷൻ. അത് അവിടെ നിന്ന് കട്ട് ചെയ്ത് അപ്പം പുള്ളിക്കറിയാം അയ്യോ സമയമില്ല, അപ്പൊ ഞാൻ ഇവിടുന്ന് അങ്ങോട്ട് കട്ട് ചെയ്യാം. അപ്പൊ കട്ട് ചെയ്ത് പോകുമ്പോൾ അതാണ് നറേഷൻ. അല്ലാതെ ക്ലാരിറ്റി ഉണ്ട് പുള്ളിക്ക്, നല്ല ക്ലാരിറ്റി. ഡയറക്ടേഴ്സ് കട്ടാണ് നമ്മളോട് എപ്പോഴും പറയുന്നത്. അത് നമുക്ക് പുള്ളിയുടെ മനസ്സിലുണ്ട് ഡയറക്ടേഴ്സ് കട്ട്. ക്ലാരിറ്റി പുള്ളിക്ക് 100% ഉണ്ട്. കഥ പറയുമ്പോ ക്ലാരിറ്റി എന്ന് പറഞ്ഞാൽ ഫൈനൽ ക്ലാരിറ്റി ഉണ്ട്. മുറയുടെ 1 വീക്ക് റിലീസ് കഴിഞ്ഞ് ജിത്തു മേക്കപ്പ് മാൻ ജിത്തു, നമ്മുടെ മേനെ പേരൊക്കെ പുള്ളി മെയിൻ മേക്കപ്പ് മാൻ. പുള്ളി സിനിമ കണ്ടിട്ട് റെക്കമെൻഡ് ചെയ്തു. അത് കഴിഞ്ഞാണ് ഫൈസൽ ഞാൻ സംസാരിച്ചത്. എനിക്ക് എന്തിനാ എസ് പറയുന്നത് പറഞ്ഞൂടാ, എസ് പറഞ്ഞു. ഇന്ന് ഇന്റർവ്യൂലൊക്കെ കഴിക്കുമ്പോൾ പ്രീതിയും പറയുന്നത് എനിക്കത് കഥ അങ്ങനെ മനസ്സിലായി, പക്ഷേ എസ് പറഞ്ഞു. അപ്പൊ ഞാൻ കൺക്ലൂഷൻ എനിക്ക് വൈബ്, ഇറ്റ്സ് ഹിസ് വൈബ്, അണ്ണന്റെ വൈബ്. நரேட் பண்ணும்போது ஒவ்வொரு விஷயத்துக்கும் ஒரு மீனிங் வச்சிருந்தாரு. அது எல்லாமே சொன்னாரு. அவன் ஏன் அப்படி பண்றானா இப்படி, அவன் பாய் ஏன் இப்படி பிஹேவ் பண்ணா இப்படி. ஸோ ஒவ்வொன்றுக்கும் ஒரு பேக் ஸ்டோரி, ஒரு மீனிங் அவர் மைண்ட்ல எல்லாமே எழுதிதான் இந்த ஸ்டோரியா டெவலப் பண்ணி. ஸோ அதெல்லாம் சொல்லும் போது நிறைய இன்ஃபர்மேஷன் மாதிரி இருந்துச்சு. பட் அதனாலதான் வந்து அந்த கிளாரிட்டி இருந்த உடனே ஓகே, நமக்கு இப்போ ரொம்ப இன்ஃபர்மேஷன் இருந்தாலும் ஸ்டோரியை வந்து ஐ திங்க் அட் எனி பாயிண்ட் ஆஃப் த ஸ்டோரி அந்த கேரக்டர் என்ன ஃபீல் பண்ணுவாங்க, எப்படி பிஹேவ் பண்ணுவாங்க, இந்த கிளாரிட்டி எல்லாமே அவருக்கு இருக்கு. ஸோ அது எங்களுக்கு நரேஷன்ல கதை புரியலனாலும் இது புரிஞ்சிச்சு. ஸோ நாங்க எல்லாரும் അർജുന് ഞാൻ ആദ്യം പറഞ്ഞപ്പോ തന്നെ കഥ മനസ്സിലായി. അതൊരു ഡയറക്ടർ മൈൻഡ് ഉള്ളതുകൊണ്ടായിരിക്കും. അർജുൻ ആക്ച്വലി ഡയറക്ടർ. അതുമല്ല, എനിക്ക് തോന്നുന്നു എല്ലാവർക്കും കൺവിൻസ് ആയെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റോറി പറയുമ്പോൾ അവരവരുടെ ക്യാരക്ടറിനെ പറ്റി പറയുമ്പോൾ അത് വ്യക്തമായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. ഇപ്പൊ ഞാൻ എന്റെ ക്യാരക്ടർ എന്ത് ചെയ്യണം, അപ്പൊ നമ്മൾ നമ്മുടെ ക്യാരക്ടർ കൺവിൻസ് ആവും. സോ അങ്ങനെ നമ്മൾ സ്റ്റോറിലോട്ട് ഇന്നാന്ന് തോന്നുന്നു. കാരണം ഇവന്റെ ക്യാരക്ടർ എന്ത് ചെയ്യണമെന്ന് പുള്ളിക്കറിയാം. അപ്പൊ അതായിരിക്കും വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കുന്നത്. അത് ആ ഒരു ക്ലാരിറ്റി കൊടുക്കുന്നുണ്ടായിരിക്കും. എനിക്ക് മനസ്സിലായിരുന്നു. ஸ்டோரியில ட்விஸ்ட் அன்பிரடிக்டபிளா ஸ்டோரி லைன் இருந்துட்டே இருந்துச்சு. அதனாலதான் அப்படி അത് മാത്രമല്ല, ഞാൻ കഥ കേട്ട് ഒരു ഫോൺ കോൾ ടൈമിലായിരുന്നു. അത് പെട്ടെന്ന് ഹറി ബറി ഇവിടെ അങ്ങനെയാണ്. ഇതിക്ക് മലയാളത്തിലേക്ക് വന്നപ്പോ ലാംഗ്വേജ് ഒരു ഇതില് തമിഴ് ക്യാരക്ടറാണ്, സെറ്റിൽ എല്ലാരും മലയാളീസ് ആണല്ലോ. സോ ലാംഗ്വേജ് ഒരു ബാരിയർ ആയിട്ട് തോന്നിയായിരുന്നോ? அந்த கேரக்டர் புரிஞ்சு அந்த கேரக்டர் பத்தி டிஸ்கஸ் பண்ணும்போது மட்டும் எனக்கு கொஞ்சம் அந்த பேரியர் இருந்துச்சு. மற்றபடி ஹிதுவுக்கு தமிழ் தெரியும். அவங்க எல்லாருக்கிட்டையுமே நான் ஸ்லோவா அப்படி கத்துக்கிட்டேன். லைக் மலையாளம் புரிய ஆரம்பிச்சிருச்சு.
அப்புறம் நான் பேசுறது உங்களுக்கு புரியல elements ல. ஓகே I have a Tamil friend. ഞങ്ങള് തമിഴ് സംസാരിക്കുന്നത് ഞങ്ങളെല്ലാം തമിഴ് സംസാരിക്കുന്നത് எல்லாரும் லைட்டா தமிழ்ல பேசுவாங்க. அண்ட் என்னோட கேரக்டர் தமிழ் ஆரிஜின் கேரக்டர் தான், தமிழ்ல தான் பேசுற மாதிரி இருக்கும். ஸோ லாங்குவேஜ் பேரியர் அவ்வளோ இல்லை. அண்ட் எல்லாருமே ரொம்ப ஃப்ரீயா தான் பேசுனாங்க. ஸோ எனக்கு அந்த வெளியில இருந்து வந்த ஃபீலிங் இல்லை. ഇപ്പം അർജു ഇപ്പം ഡിറക്ഷൻ മനസ്സിൽ കണ്ട് സിനിമ ഇഷ്ടപ്പെടുന്ന ഒരാളാണല്ലോ. സോ എല്ലാവർക്കും നോർമലി വരുന്നൊരു ഡൗട്ടാണ്, ആസ് എ കോണ്ടന്റ് ക്രിയേറ്റർ കുറച്ചധികം കോണ്ടാക്ട്സ് കിട്ടും. ഇപ്പം സിനിമയായിട്ടും മീഡിയ ആയിട്ടും എല്ലാം കോണ്ടാക്ട്സ് കിട്ടും. അപ്പം ലൈക് ആക്ടിങ്ങിലൊക്കെ ഇപ്പൊ എത്തിയ പോലെ തന്നെ ഡിറക്ഷനിലേക്കും ഈസി ആയിട്ട് എത്തപ്പെടാൻ പറ്റുന്നുണ്ടോ? ഈസി കഥ നല്ല ഉണ്ടെങ്കിൽ എനിക്കൊന്ന് എടുത്ത ഷോർട്ട് ഫിലിംസ് ഒക്കെ ഉണ്ട്. പക്ഷെ അത് കാണിച്ച് നമുക്ക് പ്രൊഡ്യൂസറിനെ കൺവിൻസ് ആക്കുന്ന പോലെ ഇരിക്കുമല്ലോ. നമ്മൾ കഥ നല്ലതാണ്, നമുക്കത് ചെയ്യാൻ 100% ഉറപ്പുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം. പക്ഷെ എനിക്കിപ്പോഴും ആ ഒരു നമുക്ക് എന്തൊക്കെ പറഞ്ഞാലും നമുക്ക് കുറച്ചുകൂടി എക്സ്പീരിയൻസ് വേണ്ട. നമ്മൾ ഫസ്റ്റ് തന്നെ പോയി ചെയ്യുന്ന ഞാൻ എവിടെ മാർക്കറ്റിൽ എനിക്ക് അപ്പാടെയുള്ള സിനിമ എക്സ്പീരിയൻസ് മെയിനായി ഇറക്കിയാണ്. അവിടെ തന്നെ എല്ലാം പഠിച്ചെങ്കിലും നമുക്ക് ഒരു 100% കോൺഫിഡൻസ് ആയി കഴിഞ്ഞിട്ട് അത് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഒരു ഇത്രയും പൈസ ഇൻവോൾവ് ആണ്, ഇത്ര ആൾക്കാരുടെ ഇത് ഇൻവോൾവ് ആണ്. സോ നമ്മൾ അതെല്ലാം കോൺഫിഡൻസ് ഇപ്പോഴും ആയിട്ടില്ല എന്നാണോ സിനിമ ഡയറക്ട് ചെയ്യാനുള്ള? ഡയറക്ട് ചെയ്യാൻ പക്ഷെ നല്ലൊരു സിനിമ ഡയറക്ട് ചെയ്യാനുള്ള കോൺഫിഡൻസ് മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല, തലയ്ക്ക് എന്തെങ്കിലും കൂടെ അറിഞ്ഞിരിക്കണം. കഥ ലോക്ക് ആക്കിയിട്ട് വേണം ചെയ്യാൻ. അപ്പൊ അതിലൊരു സ്ക്രിപ്റ്റിൽ കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ നമുക്ക് പിന്നെ എന്ത് ചെയ്താലും എന്ത് വേണമെങ്കിലും ചെയ്യാം. അങ്ങനെയാണ് എല്ലാവരും പറഞ്ഞിട്ടുള്ളത്. സ്ക്രിപ്റ്റ് നല്ലതാണെങ്കിൽ ഞാനായിട്ട് ചോദിക്കും പുള്ളിയോട് എങ്ങനെയാണ് സ്ക്രിപ്റ്റ് എഴുതുന്നത്. അപ്പൊ എന്നോട് പറയും ഒരു സിനിമ ഇങ്ങനെ ഓരോ പേസ് ഉണ്ട് ഓരോ സിനിമക്ക്, അതൊക്കെ പറഞ്ഞത് അങ്ങനെ ചെറിയ കാര്യങ്ങളാണ് പഠിക്കുന്നത്. ഓരോ എനിക്ക് പറയാനേ അറിയത്തുള്ളൂ, എനിക്ക് എഴുതാനൊന്നും അറിയില്ല. ഞാൻ എഴുതി കഴിഞ്ഞതിന് ശേഷം ആലോചിച്ച് ഇത് എങ്ങനെ ഉണ്ടായിരുന്നു. ആ ഒരു പേസ് കിട്ടി നമുക്ക് സ്ക്രിപ്റ്റ് അത്രക്ക് കോൺഫിഡന്റ് ആണെങ്കിൽ അത് ഡയറക്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് എഴുതി വെച്ചേക്കുന്നുണ്ടല്ലോ അതങ്ങ് ഡയറക്റ്റ് ചെയ്താൽ മതി. മെയിനായിട്ട് ആർട്ടിസ്റ്റുകളൊക്കെ കോർഡിനേറ്റ് ചെയ്യുക, അതാണ് എനിക്ക് ഒരു പ്രസൻസ് ഓഫ് മൈൻഡ് ഉണ്ടെങ്കിൽ ഞാൻ നമ്മൾ ചെയ്തിട്ടുള്ള ചെറിയ കാര്യങ്ങളൊക്കെയാണ്. നമ്മൾ ഇപ്പം ആന്റി ടൊബാക്കോ ആഡ് അങ്ങനെ, പിന്നെ റാഷ് ആൻഡ് ഡ്രൈവ്, അതിനുവേണ്ടി ഗവൺമെന്റിന് വേണ്ടിയൊക്കെ നമ്മൾ ചെയ്ത് അയച്ചു കൊടുത്തിട്ടുണ്ട് കുറെ പരിപാടി, കുറെ ഷോർട്ട് ഫിലിംസ്. സോ അങ്ങനത്തെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. ഇനി പ്രോപ്പറായിട്ട് സിനിമ എക്സ്പോഷർ ഇപ്പം കിട്ടി, ഇനി കുറച്ചുകൂടി എളുപ്പമായിരിക്കും അതിലേക്ക് എത്തപ്പെടാൻ. ഈ റൈറ്റിങ്ങിന്റെ കാര്യം ഇപ്പൊ പറഞ്ഞല്ലോ, ഇപ്പൊ നോർമലി ഒരുപാട് ഡയറക്ടേഴ്സ് അല്ലെങ്കിൽ റൈറ്റേഴ്സ് പറഞ്ഞിട്ടുള്ള സ്ക്രിപ്റ്റ് എഴുതിയിട്ട് ഒന്നും കൂടെ അത് വായിച്ച് നോക്കരുതെന്ന് പലരും പറയും. വായിച്ച് നോക്കുമ്പോൾ നമുക്ക് അതിൽ എന്തോ തൃപ്തിക്കുറവ് തോന്നി ഫുള്ള് മാറ്റും എന്നുള്ളത്. അപ്പൊ ഫൈസൽക്കിനെ സംബന്ധിച്ച് എങ്ങനെയായിരിക്കും റൈറ്റിംഗ് പാറ്റേൺ പോകുന്നത്? ഇല്ല അങ്ങനല്ല. ഇപ്പോ ഇത് എഴുതുന്ന സമയത്ത് എനിക്കറിയാം ഇതിനു മുമ്പ് ഞാൻ കുറച്ച് സ്ക്രിപ്റ്റ് എഴുതി പാക്ക് ചെയ്ത് അല്ലെങ്കിൽ നമുക്ക് ഷുവർ ഷോട്ട് എന്നൊക്കെ വിചാരിക്കുന്ന കുറേ സ്ക്രിപ്റ്റുകൾ നമ്മളെ ഉണ്ടായിരിക്കും. പക്ഷെ ഇതിൽ വരുന്ന സമയത്ത് അങ്ങനെയല്ല. നമുക്ക് ഓക്കെ സിനിമ അതുവരെ എഴുതിയിട്ടുള്ള എല്ലാ സ്ക്രിപ്റ്റും സിനിമയ്ക്ക് വേണ്ടി ചെയ്തതാണ്, അല്ലെങ്കിൽ ഒരു പ്രൊഡ്യൂസർ വരാൻ വേണ്ടി. ഇത് പ്രൊഡ്യൂസർ വന്നിട്ട് ഓക്കെ നമുക്ക് ഇത്ര ടൈമിനുള്ളിൽ എഴുതണം എന്ന് വിചാരിച്ച് ചെയ്യുന്ന സംഭവമാണ്. പക്ഷെ എൻ്റെ ആ ടൈമിൽ ലോജിക്ക് പരിപാടികളൊക്കെ ഫില്ലായി. പിന്നെ നമ്മൾ ഈ വായിച്ച് നോക്കലില്ല, നമുക്ക് ആ കണ്ടന്റ് വെച്ചിട്ട് ബാക്കി സെറ്റിലാണ് കൂടുതലും വരിക. നമുക്ക് ഗ്രാമർ മാറില്ല. സ്ക്രിപ്റ്റിൽ ഞാൻ ഗ്രാമർ മാറാനായിട്ട് ഒരിക്കലും നിൽക്കില്ല. കാര്യം ലോജിക്ക് ബാക്കിയുള്ള ഡയലോഗ്സ് ഒരിക്കലും നമ്മൾ വിശ്വസിക്കുന്നില്ല. നമ്മൾ എഴുതി പാക്ക് ചെയ്ത് വന്ന് ഷോർട്ട് ഡിവിഷൻ ചെയ്തിട്ടാണ് ചെയ്യേണ്ടതെന്ന് ഞാൻ നമ്മുടെ ഇൻഡസ്ട്രിയിൽ വിശ്വസിക്കുന്നില്ല. കാര്യം നമുക്ക് അതിനുള്ള സമയം, അത് പ്രത്യേകിച്ച് ഒരു പുതിയ ഡയറക്ടർക്ക് തീരെ കിട്ടില്ല, അതിനുള്ള സമയമോ കാര്യമൊന്നുമില്ല. പക്ഷെ അത് പറഞ്ഞല്ലോ, അപ്പൊ നമ്മൾ എത്രയൊക്കെ എഴുതി പാക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാലും സെറ്റിൽ വരുമ്പോൾ ആർട്ടിസ്റ്റ് തരുന്ന ഒരു സാധനം അതിപ്പോ നമ്മളൊരു 10 വാക്കിൽ പറയേണ്ട ചിലപ്പോൾ ഒരു 2 വാക്കിൽ പറയും. അവിടെ അത് കണക്റ്റായി. പിന്നെ അപ്പൊ നമ്മൾ ഇതാണ് വലുത്, ഇല്ല ഇവർ അങ്ങനെയൊക്കെ പറയണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ആൾക്കാർ നമ്മളാ അതുകൊണ്ട് അവരെ വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ അവര് തരും. ഫ്രീഡം കൊടുക്കുന്ന ഡയറക്ടർ അല്ലേ? അല്ല, എപ്പോഴും അങ്ങനെയാണ് ഡയലോഗ്സ്, എപ്പോഴും അങ്ങനെയാണ് വരുന്നത്. എനിക്ക് ഹ്യൂമറൊക്കെ കുറെ സാധനം അർജുനൊക്കെ ഞാൻ സിറ്റുവേഷനെ പറഞ്ഞു കൊടുക്കത്തുള്ളൂ, അല്ലെങ്കിൽ ഡയലോഗ്സ് കൊടുത്തിട്ട് പോയിട്ട് ഞാൻ മോണിറ്ററിന്റെ മുമ്പിൽ ഇരിക്കുമ്പോൾ അധിക സാധനമൊക്കെ അർജുൻ കൗണ്ടറൊക്കെ അടിച്ച് എനിക്ക് അങ്ങനെ ചെയ്തു തരാനുണ്ട്. ആ കൊള്ളാലോ ഇതെന്താണ് അങ്ങനെയൊക്കെ ഉള്ള സ്പോട്ടിൽ ഡയലോഗ് മാറ്റി കളയും. അല്ല സ്പോട്ടിലല്ല പറയുന്നത്, ഇവരെല്ലാരും പറയും ഇടുന്ന സാധനം ആണ്. നമ്മളോട് ഒരു സ്കെലിറ്റൻ തന്നിട്ടുള്ള ഇതാണ് സിറ്റുവേഷൻ, ഡയലോഗ് പുള്ളി എഴുതി വെച്ചുണ്ട്, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും എക്സ്ട്രാ ഇടാനുള്ള ഒരു ഫ്രീഡം ഉണ്ട് ആ ഒരു സ്ഥലത്ത്. അപ്പൊ അത് പറയുമ്പോൾ ഓക്കെ ആണെങ്കിൽ ഓക്കെ ആണെന്ന് പറയാൻ, ചളിയാണെങ്കിൽ അപ്പൊ തന്നെ കെട്ടിക്കളയും. എല്ലാം കറക്റ്റ് ആയിട്ട് ഓപ്പൺ ആയിട്ട് പറയുന്നുണ്ട്. അപ്പൊ ഇത് ഓണം റിലീസ് ആയിട്ട് വരുന്ന ഫെസ്റ്റിവൽ റിലീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഇപ്പം എന്താ പറയുക, ഭയങ്കര ഒരു കോമ്പറ്റീഷൻ ഉള്ള ഒരു ടൈമാണ്. സോ ഒരു പുതിയൊരു ഡെബ്യൂ ഡയറക്ടർ എന്നുള്ള രീതിയിൽ ഈ കോമ്പറ്റീഷൻ അല്ലെ ഒരു ഫെസ്റ്റിവൽ സീസണിൽ ഇറക്കുന്നതിന്റെ ആ ഒരു ഇമോഷൻ എന്തായിരിക്കും? അല്ല അതിപ്പോ എനിക്ക് പേഴ്സണലി പറയാൻ പറ്റില്ല. കാര്യം പറഞ്ഞല്ലോ, ഒരു എല്ലാവരും അപ്കമ്മിങ്
ആർട്ടിസ്റ്റ് ആണ് അല്ലെങ്കിൽ അങ്ങനെ വരുന്ന ഒരു സംഭവമാണ്. അപ്പോൾ ഇതിന്റെ പ്രൊഡ്യൂസർ ഞാൻ പറഞ്ഞല്ലോ, പുള്ളി ആ പ്രോജക്റ്റിനെ വിശ്വസിച്ച് നിന്ന് അത്യാവശ്യം ഒരു വലിയ ബഡ്ജറ്റിൽ ഒരു വലിയ ക്യാൻവാസിൽ വരുന്ന സിനിമയാണ്. അപ്പോൾ പുള്ളി എനിക്ക് ഭയങ്കര ഡിസിഷൻ മേക്കിങ്ങും, അല്ലെങ്കിൽ പുള്ളി സിനിമയെ കാണുന്ന ഭയങ്കര സഞ്ജു വണിതാണെന്ന് പറഞ്ഞിട്ട് പുള്ളി സിനിമയെ കാണുന്ന ഭയങ്കര നന്നായിട്ടാണ്. പുള്ളി സിനിമയായിട്ട് കാണുന്നത്, അവിടെ ആർട്ടിസ്റ്റോ കാര്യമൊന്നുമില്ല. പുള്ളിക്ക് സിനിമ ഇഷ്ടപ്പെട്ടോ അത് ചെയ്തോ, അത് ചെയ്യണം, ആൾക്കാരിൽ എത്തിക്കണം എന്ന് വിചാരിക്കുന്ന ഒരു പ്രൊഡ്യൂസറാണ് പുള്ളി. നമുക്ക് ഒന്നും ഇല്ലാത്ത നമുക്ക് ഓക്കെ ഒരു ചാൻസ് തന്നിട്ട് ഇങ്ങനെ ഒരു സിനിമ ചെയ്യുന്നു, അല്ലെങ്കിൽ ഇത്ര പൈസ സ്പെൻഡ് ചെയ്യുന്നു. അതായത് വലിയ ബഡ്ജറ്റാണ്, ഒരു വലിയ ക്യാൻവാസ്. ഒരു പുതിയ ഡയറക്ടർക്ക് എന്തൊക്കെ ചോദിക്കാമോ അതെല്ലാം കിട്ടിയിട്ടുണ്ട്. എന്തൊക്കെ ഉണ്ടോ, എനിക്ക് ഇത് വേണം അത് വേണം, മ്യൂസിക് ഡിപ്പാർട്ട്മെന്റിലാണെങ്കിലും അല്ലെങ്കിൽ പോസ്റ്റ് ആണെങ്കിലും എല്ലാ ഡിപ്പാർട്ട്മെന്റിലും തരുന്നുണ്ട്. എന്നോട് വിളിച്ചിട്ട് ചോദിച്ച ഓണത്തിന് സിനിമ ഇറക്കാൻ കോൺഫിഡന്റ് ആണോ? ഞാൻ പറഞ്ഞു ഞാൻ 200% അവർ വന്ന് പടം കണ്ടു, ഓക്കെ ഈ പടം ഓണത്തിന് ഇറങ്ങേണ്ടുള്ളതാണ്, നമ്മൾ ഓണത്തിന് ഇറങ്ങും, ബാക്കി അത് കൊടുക്കാനേ ഉള്ളൂ. കാര്യം പറഞ്ഞല്ലോ, അത്രയും പൈസ സ്പെൻഡ് ചെയ്യുന്ന ആളാണ്. അപ്പോൾ പുള്ളിക്ക് ഒരു കാഴ്ചപ്പാടുണ്ടായിരുന്നു, ഉറപ്പായിട്ടും നമ്മൾ അതിന്റെ കൂടെ ഉറപ്പായിട്ടും. ഇപ്പം അതിനുശേഷം ഇപ്പം പുള്ളിയെക്കാട്ടി കോൺഫിഡൻസ് എനിക്കാണ്. ഓക്കെ, ഫെസ്റ്റിവൽ അല്ല, നമ്മുടെ സിനിമ വരട്ടെ. നല്ല സിനിമകൾക്ക് എപ്പോഴും ഒരു സ്പേസ് ഉണ്ടായിരിക്കും. നമ്മള് പറഞ്ഞല്ലോ, എപ്പോഴും ഒരു പ്രേക്ഷകർ ഉണ്ടായിരിക്കും എന്ന് വിശ്വസിക്കുന്നുണ്ട്. അപ്പം ഒരു ഓണ സിനിമയാണെങ്കിൽ ഓണത്തിന് പിള്ളേർക്ക്, എനിക്ക് ഒരു കാറ്റഗറി ഉണ്ട്, ഇത്ര പ്രായത്തിലിരുന്ന് ഇത്ര പ്രായത്തിലുള്ള ഇവർക്ക് വേണ്ടിയുള്ള എല്ലാ സാധനങ്ങളും സിനിമയിലുണ്ടാവും. ഈ ഒരു സാധനത്തിൽ ഹൃദുവിന് എന്താ, ഇപ്പൊ മുറ ഇറങ്ങിയ ടൈമിലും ഒരുപാട് ന്യൂ ഫേസസ് ഒരുമിച്ച് വന്നൊരു സിനിമയായിരുന്നു. ഇതിലും അങ്ങനെ തന്നെ എല്ലാവരും പരിചയമുള്ള മുഖങ്ങളാണ്, സ്റ്റിൽ സിനിമയിലേക്ക് വരുമ്പോൾ ന്യൂ ഫേസസ് ആണ്. സോ ഒരു ഫെസ്റ്റിവൽ സീസണിൽ ഈ ഒരു സിനിമ ഇറങ്ങുന്നതിന്റെ എന്താ തോന്നുന്നത്? സൂപ്പർ അല്ലേ, അടിപൊളി. ബെറ്റർ, എനിക്കൊന്നും ബെറ്റർ ആയിക്കൊണ്ടിരിക്കാൻ തോന്നുന്നു. മറ്റത് എല്ലാം ന്യൂ ഫേസ്, നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ കുറച്ച്. പക്ഷെ ഇവിടെ പ്രീതിയൊക്കെ സ്റ്റാർ അല്ലേ? പ്രീതി അർജുൻ വേറെ വലിയ സ്റ്റാർ ആണ്. അർജുൻ ചിലപ്പോ ഒരു ടൈമില് റീൽ ചെയ്തിടാൻ ആൾക്കാർ പേടിച്ചിരുന്ന ഒരു അപ്പൊ നമുക്ക് അങ്ങനെയല്ല, നമ്മുടെ വെൽ പിന്നെ അത്യാവശ്യം അല്ല തമിഴിൽ നിന്നൊക്കെ അത്യാവശ്യം കുറച്ച് ആർട്ടിസ്റ്റ് ഉണ്ട്. നമുക്കറിയാവുന്ന ഒരുപാട് ആർട്ടിസ്റ്റ് തമിഴിൽ നിന്നുണ്ട്. നമുക്കറിയാവുന്ന, നമുക്ക് പേരൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ അറിയില്ല, പക്ഷെ ഇവരെ കണ്ടു കഴിഞ്ഞാൽ കൃത്യമായിട്ട് മലയാളി ഓഡിയൻസിന് അറിയാവുന്ന കുറെ ആൾക്കാർ സിനിമയിലുണ്ട്. ഭയങ്കര എക്സൈറ്റഡ്, ആക്ച്വലി ചോദിച്ചാൽ ഭയങ്കര എക്സൈറ്റഡ് ആണ്. അറ്റ് ദ സെയിം ടൈം ഓണത്തിൽ ഇറങ്ങുവാണ് വിത്ത് ലെജൻഡ്സിനോട് അല്ലേ? ഹൃദയപൂർവ്വം മാത്രമല്ല, എല്ലാ നല്ല പടങ്ങളാണ്, വലിയ പടങ്ങൾ. അപ്പം അതിന്റെ ഒരു എന്നുള്ളതിൽ സന്തോഷം, ഭയങ്കര സന്തോഷമാണ്. അത് മെയിനായി പേർക്കുക ഈ പടം അല്ല, കാര്യമായിട്ട് ഈ പടം, വേറൊരു പടം, ഈ പടം ഇറങ്ങുന്നതാണ് ഈ കംപ്ലീറ്റ് പാക്കേജ് പടം. നമ്മളെല്ലാ ഓണത്തിനും പോയി ഇവരുടെയൊക്കെ പടം നമ്മളെപ്പോഴും കണ്ടിട്ട് നമ്മൾ ഇതുവരെ ആഗ്രഹിച്ചിട്ടില്ല ഇവരുടെ കൂടെയൊക്കെ പടം റിലീസാക്കാൻ പറ്റും. സോ അത് ഭയങ്കര ഹാപ്പിയാണ്. കാരണം ആൾക്കാർ ആദ്യത്തെ സിനിമ തന്നെ ആദ്യത്തെ, പിന്നെ ഈ എന്നുവെച്ചാൽ എല്ലാവരും ഫാമിലി മൊത്തം തിയേറ്ററിൽ വരുന്ന ഒരു സമയമാണ് ഓണം എന്ന് പറയുന്നത്. സോ അവർക്ക് എല്ലാ സിനിമയും നല്ലതാട്ടെ, എല്ലാ സിനിമയും നല്ലതായിരിക്കും, ആഘോഷിച്ച് കാണാൻ പറ്റിയ ഒരു സിനിമയാകട്ടെ. നല്ല സിംഗാണെന്ന് മനസ്സിലായി രണ്ടുപേരും. ഓക്കെ, അപ്പൊ എന്തായാലും ബെസ്റ്റ് വിഷസ്. ഓണം റിലീസായിട്ട് സിനിമ തിയേറ്ററിൽ എത്തുകയാണ്. പ്രീതിയുടെ ഫസ്റ്റ് മലയാളം മൂവി ഇനി മലയാളത്തിൽ ഇനിയും കണ്ടിന്യൂസ് ആയിട്ട് കാണാൻ പറ്റട്ടെ. ഹൃദു ഓൾറെഡി ഇവിടെ ഉണ്ട്. ഡയറക്ടർ എന്ന രീതിയിൽ ഒരുപാട് നല്ല നല്ല സിനിമകൾ ഇനി വരട്ടെ. നർജും ഇനി കോണ്ടന്റ് ക്രിയേഷൻ ഒപ്പം തന്നെ സിനിമയിലും സജീവമാവട്ടെ. അപ്പോൾ ഓൾ ദി ബെസ്റ്റ് ആൻഡ് താങ്ക് യു സോ മച്ച്. താങ്ക് യു.